ഹലോ ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ക്രോഷയുടെ ഒരു റോസ് ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ യാൺ വേണം, റെഡ് കളർ യാൺ, പിന്നെ ടാപ്പസ്ട്രി നീഡിൽ, സിസേഴ്സ്, പിന്നെ ഒരു ഹുക്ക്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഹുക്ക് സൈസ് 2.5 mm ഹുക്ക് സൈസാണ്. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ഈ ഗ്രീൻ കളർ യാണ് അരാൺ അക്രലിക് കോട്ടൺ യാണാണ്. 51% കോട്ടണും 49% പ്രീമിയം അക്രലിക്കുമാണ്. ഹോബി സ്റ്റോറിൻ്റെ ആണ്. പിന്നെ കോട്ടൻ്റെ 4 പ്ലേ യാണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോട്ടൻ്റെ 4 പ്ലേ യാൺ യൂസ് ചെയ്തിട്ട്, റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഫ്ലവർ പാർട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 66 ചെയിൻ നമുക്ക് ഇടണം. അപ്പോൾ അതിനാദ്യമായിട്ട് യാൺ എടുത്ത് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുകയാണ്. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 66 ചെയിൻ നമുക്ക് ചെയ്തെടുക്കാം. ചെയിൻ 1 2 3 4 5 6 നമുക്ക് 66 ചെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, 61 62 63 64 65 66. അപ്പോൾ നമ്മൾ 66 ചെയിൻ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ലാസ്റ്റ് ചെയിൻ്റെ അവിടെ നിന്ന് 5 ചെയിനെ നമ്മൾ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ 5 ചെയിൻ കൗണ്ട് ചെയ്യാം. 1 2 3 4 5. ഈ 5 ചെയിനെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് 6ാമത്തെ ചെയിനിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്തതിന് ശേഷം 6ാമത്തെ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. 2 ലൂപ്പിലൂടെ എടുക്കുക. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ എടുക്കുക. അപ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 ചെയിന് സ്കിപ്പ് ചെയ്യണം. 2 ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊരു ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പം നമ്മൾ ഡബിൾ ക്രോഷ്യ ഇട്ട് ഇവിടുന്ന് 2 ചെയിന് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ 2 ചെയിനെ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്തതിന് ശേഷം ഈ സെയിം സ്പേസിലേക്ക് തന്നെ ചെയിൻ സ്പേസിലേക്ക് തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഇപ്പോൾ ഒരു വി സ്റ്റിച്ച് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഷേപ്പ്. ഒരു വി സ്റ്റിച്ച്, ഇതിനെ നമ്മൾ വി സ്റ്റിച്ച് എന്നാണ് വിളിക്കുക. ഇനി ആദ്യം നമ്മൾ 5 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിലുള്ള ആ സ്പേസും ഒരു വി സ്റ്റിച്ചായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 വി സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 2 ചെയിന് സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിനിലേക്കാണ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, 2 ചെയിൻ ഇടുക. ദെൻ അഗെയിൻ നമ്മൾ ഡബിൾ ക്രോഷ്യ ഈ സെയിം ചെയിൻ സ്പേസിലേക്ക് തന്നെ ചെയ്യുക. അപ്പോൾ ഈ പാറ്റേൺ ആണ് ഇതിൽ ഫുള്ള് ഈ ത്രൂ ഔട്ട് ചെയിനിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 3 വി സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സ്കിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു 5 ചെയിൻ ഉണ്ടല്ലോ, ആ സ്പേസ് നമ്മൾ ഒരു വി സ്റ്റിച്ച് കൺസിഡർ ചെയ്യും. 2ാമത്തെ വി സ്റ്റിച്ച്, 3ാമത്തെ വി സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ ഈ ചെയിൻ മുഴുവൻ ഈ ഒരു പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. ദെൻ 3ാമത്തെ ചെയിൻ സ്പേസിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെയിൻ 2 ചെയ്യുക. വീണ്ടും ആ സെയിം ചെയിൻ സ്പേസിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമ്മൾ ത്രൂ ഔട്ട് എൻഡ് വരെ, ഈ ചെയിനിൻ്റെ എൻഡ് വരെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ 66th ചെയിൻ വരെ നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ചെയിനിലേക്ക് ഇതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ 2 ചെയിൻ ചെയ്യുക, വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ അവസാനത്തെ ചെയിനും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വി സ്റ്റിച്ച് വളരെയധികം വിസിബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ തേർഡ് റോ ചെയ്യണം. അപ്പോൾ തേർഡ് റോ ചെയ്യുമ്പോൾ നമ്മൾ ഈ വി സ്റ്റിച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. വി സ്റ്റിച്ചിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആ സ്പേസിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വി സ്റ്റിച്ച്, ഇത് ഫസ്റ്റ് വി സ്റ്റിച്ചാണിത് നമ്മുടെ. അപ്പോൾ തെറ്റരുത്, ഇത് ഫസ്റ്റ് വി സ്റ്റിച്ച്, സെക്കൻഡ് വി സ്റ്റിച്ച്, തേർഡ് വി സ്റ്റിച്ച്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, വി ഷേപ്പ് ഉള്ളത്, അതാണ് നമ്മൾ വി സ്റ്റിച്ചായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നത്. തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ 3 ചെയിൻ ഇട്ട് കൊടുക്കണം. ചെയിൻ 1 2 3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വർക്ക് ടേൺ ചെയ്യാം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് വി സ്റ്റിച്ചിലേക്കാണ്. ഫസ്റ്റ് വി സ്റ്റിച്ചിലേക്ക് നമുക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്ത് നമുക്ക് ആ ചെയിൻ സ്പേസിലേക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. അപ്പോൾ വി സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ഫസ്റ്റ് വി സ്റ്റിച്ചിലേക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആദ്യം 3 ചെയിൻ ഇട്ടല്ലോ, അതിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ മൊത്തം 6 ഡബിൾ ക്രോഷ്യ അതിൽ വരും. പിന്നെ അടുത്തൊരു ചെയിൻ സ്പേസ് ഉണ്ട്, ആ ചെയിൻ സ്പേസിലേക്ക് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷെൽ സ്റ്റിച്ച് ഇവിടെ ഫോം ചെയ്യും. ഇനി നമ്മൾ രണ്ടാമത്തെ വി സ്റ്റിച്ചിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ വി സ്റ്റിച്ചിലേക്ക് 6 ഡബിൾ ക്രോഷ്യ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യാം, തേർഡ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ഡബിൾ ക്രോഷ്യ, ഫിഫ്ത്ത് ഡബിൾ ക്രോഷ്യ ആൻഡ് സിക്സ്ത് ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വി സ്റ്റിച്ചിലേക്ക് 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് ഉള്ള ചെയിൻ സ്പേസിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ആ ചെയിൻ സ്പേസിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാ വി സ്റ്റിച്ചിലേക്കും എക്സെപ്റ്റ് ലാസ്റ്റത്തെ 2 വി സ്റ്റിച്ച് ഒഴികെ ബാക്കിയുള്ള എല്ലാ വി സ്റ്റിച്ചിലേക്കും നമ്മൾ 8 ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ 5 ചെയ്തു, രണ്ടാമത്തേൽ 6 ചെയ്തു. ഇനി ബാക്കിയുള്ള എല്ലാ വി സ്റ്റിച്ചിലേക്കും ലാസ്റ്റത്തെ 2 വി സ്റ്റിച്ച് ഒഴികെ ബാക്കിയുള്ള എല്ലാ വി സ്റ്റിച്ചിലേക്കും നമ്മൾ 8 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വി സ്റ്റിച്ചിലേക്ക് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇതിൽ നമ്മൾ 8 എണ്ണമാണ് ചെയ്യണത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ നമുക്ക് ചെയ്തെടുക്കാം. 1 2 3 4 5 6 7 and 8. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വി സ്റ്റിച്ചിൽ 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയിൻ സ്പേസ് ആണ്. അപ്പോൾ ചെയിൻ സ്പേസിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് ഫോർത്ത് വി സ്റ്റിച്ചാണ്. അപ്പോൾ ഫോർത്ത് വി സ്റ്റിച്ചിലേക്ക് നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. 1 2 3
4 5 6 7 and 8. അപ്പോൾ ഫോർത്ത് വി സ്റ്റിച്ചിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്ന ആ ഒരു ചെയിൻ സ്പേസിലേക്ക് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാറ്റേൺ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് വി സ്റ്റിച്ച് വരെയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 വി സ്റ്റിച്ചിൽ നമ്മൾ 10 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഫസ്റ്റ് 2 വി സ്റ്റിച്ച് ഒഴികെ ബാക്കിയുള്ള എല്ലാ വി സ്റ്റിച്ചിലും 8 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ആ ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇനി നമുക്ക് 2 വി സ്റ്റിച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അവിടേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു 10 ഡബിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്യുന്നത്. 1 ചെയ്തു, 2 3 4 5 6 7 8 9 and 10 ഡബിൾ ക്രോഷ്യ നമ്മളിതിൽ ചെയ്തു. ദെൻ ആ ചെയിൻ സ്പേസിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. സിംഗിൾ ക്രോഷ്യ. ദെൻ ലാസ്റ്റ് വി സ്റ്റിച്ചാണ്. ലാസ്റ്റ് വി സ്റ്റിച്ചിലേക്ക് നമ്മൾ 10 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 7 8 9 and 10. അപ്പോൾ നമ്മൾ 10 ഡബിൾ ക്രോഷ്യ ലാസ്റ്റത്തെ 2 വി സ്റ്റിച്ചിലും ചെയ്തു. ബാക്കിയുള്ളതിലൊക്കെ 8 ആണ് ചെയ്തത്. ഫസ്റ്റത്തെ വി സ്റ്റിച്ചിൽ 5 ചെയ്തു, സെക്കൻഡിൽ 6. ഇനി നമ്മൾ കുറച്ച് ടെയിൽ എൻഡ് ലീവ് ചെയ്തിട്ട് നമ്മൾ യാൺ കട്ട് ചെയ്യണം. യാൺ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൂപ്പിലൂടെ എൻ്റെ പോർഷനിലുള്ള ടെയിലിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നോട്ട് ഫോം ചെയ്യും. അപ്പോൾ അത് അഴിഞ്ഞു വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഗ്രാബ് ചെയ്തിട്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ ഫിക്സായി. ഇനി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെങ്ങനെ റോൾ ചെയ്തിട്ട് കൊണ്ടുവരണം. ഇപ്പോൾ റോൾ ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈറ്റായി പിടിച്ചിട്ട് വേണം റോൾ ചെയ്യാൻ. അപ്പോൾ റോൾ ചെയ്യണതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടെയിലൻ്റ് ഉണ്ട്. അത് നമുക്കുള്ളിലേക്കൊന്ന് തുന്നി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവറിനെ ഇതുപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലവർ റോൾ ചെയ്തെടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് റോൾ ചെയ്യാം. നമുക്കിത് മുഴുവനായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ എൻഡിലുള്ള ആ ഒരു യാണിൻ്റെ ടെയിലുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളിത് ഉള്ളിലേക്ക് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നൂലും സൂചിയും യൂസ് ചെയ്തിട്ട് തുന്നി കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ടെയിലൻ്റ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് തീരെ അറിയാത്ത രീതിയിൽ തന്നെ തുന്നിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്കിത് തുന്നിയെടുക്കാം. നീഡിലെടുത്തിട്ട് ഇതുപോലെ നമുക്ക് തുന്നിക്കൊടുക്കാം.
നീഡിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പെറ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുന്നി കൊടുക്കാം. അപ്പോൾ തുന്നിയതിന് ശേഷം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാ ഭാഗത്തേക്കും സ്റ്റിച്ചിങ് ആയിട്ടില്ല എന്നുള്ളത്. ഇല്ലെങ്കിൽ അതിൻ്റെ ലെയർ ഇങ്ങനെ അഴിഞ്ഞു പോരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. എല്ലാ ഭാഗത്തും ടൈറ്റ് ആയിട്ടില്ലേ, എല്ലാ ലെയറും ടൈറ്റ് ആയിട്ടില്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്കിത് മുഴുവനായിട്ട് തുന്നിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ ലീഫ് അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നൂല് കണ്ടാലും കുഴപ്പമില്ല. നമ്മളിതിൻ്റെ അടിയിൽ ലീഫ് കൊടുക്കുമ്പോൾ അത് കവറായി പോയിക്കോളും. അപ്പോൾ ഇത് നമുക്കിവിടെ ടൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് യാണ് കട്ട് ചെയ്യാം. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലീഫും അതുപോലെ തന്നെ ഇത് ഞാൻ ബാഗിൽ ഹാങ്ങിങ് ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാങ്ങിങ്ങും കൂടി നമുക്ക് റെഡിയാക്കാം. നിങ്ങൾക്ക് കീ ചെയിൻ ആണെങ്കിൽ അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലീഫ് പാർട്ട് ചെയ്യണം. അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 5 ചെയിൻ ചെയ്തെടുക്കാം. ചെയിൻ 1 2 3 4 5 5 ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹുക്ക് ചെയിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയിനിലാണ് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്യുക. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം നമുക്ക് ചെയിൻ 1 ഇട്ട് കൊടുക്കാം. ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സർക്കിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിലാണ് നമ്മളിനി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് റോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ സെൻറ്ററിലേക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. തേർഡ് ചെയ്യാം. ദെൻ ഫോർത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫിഫ്ത്ത്, ആൻഡ് സിക്സ്ത്ത്. അപ്പോൾ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 6 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് റിങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ റിങ് ക്ലോസ് ചെയ്യുന്നത് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് റിങ് ക്ലോസ് ചെയ്യാം. റിങ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യുക. ചെയിൻ 1 ഇടുക. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റിച്ചസിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അപ്പോൾ ടോട്ടൽ 6 സ്റ്റിച്ചസ് ആണുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഒരെണ്ണം കൂടി ആ സെയിം ചെയിനിൽ തന്നെ ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ ചെയിനിൽ നമ്മൾ വീണ്ടും 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 മോർ ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ സ്റ്റിച്ചിലും 2 എണ്ണം വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതുപോലെ മൊത്തം ബാക്കിയുള്ള 3 സ്റ്റിച്ചസിലും കൂടി നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് വരാം. ലാസ്റ്റ് ചെയിനിലേക്ക് ഇതുപോലെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ടോട്ടൽ 12 സ്റ്റിച്ചസ് ആണ് ഉണ്ടായിരിക്കുക. ഇനി ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ റോ 4 ചെയ്യണം. അപ്പോൾ റോ 4 ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയിനിലേക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെക്കൻഡ് ചെയിനിലേക്ക് 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. തേർഡിലേക്ക് വീണ്ടും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫോർത്തിലേക്ക് 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ 2 1 2 1 ആ ഒരു പാറ്റേൺ നമ്മൾ റിപ്പീറ്റായിട്ട് ഈ റൗണ്ട് മുഴുവൻ ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 18 സ്റ്റിച്ചസ് ആണ് വരിക. അപ്പോൾ ഇത് മുഴുവൻ ഈ ഒരു പാറ്റേണിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം.
ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ലീഫ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം 9 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇനി 9th ചെയിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഹുക്കിൻ്റെ അവിടെ നിന്ന് രണ്ടാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് ചെയിനിലേക്കാണ്. ഈ സെക്കൻഡ് ചെയിനിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക്, അടുത്ത ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതായത് തേർഡ് ചെയിനിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിലേക്ക് നമ്മൾ ചെയ്യുന്നത് 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. അതായത് 4th ചെയിനിലേക്ക് നമ്മൾ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത 3 സ്റ്റിച്ചസിലേക്ക്, അതായത് 5th 6th 7th അതിലേക്ക് 1 ഡബിൾ ക്രോഷ്യ വീതമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 5th-ലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 6th-ലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ 7th-ലേക്കും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യയാണ് നമ്മളിവിടെ ചെയ്തത്. 5th 6th 7th ഓരോന്ന് വീതം ഓരോ സ്റ്റിച്ചസിലും ചെയ്തു. അതിനുശേഷം 8th സ്റ്റിച്ചസിലേക്ക് നമ്മൾ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ 9th, ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് 1, അതിലേക്ക് നമ്മളൊരു 1 സിംഗിൾ ക്രോഷ്യാണ് ചെയ്തത്. അപ്പോൾ 1 സിംഗിൾ ക്രോഷ്യ. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെയിം ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്കും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലീഫ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ലീഫും സെയിം പാറ്റേൺ തന്നെയാണ്. അതായത് ആദ്യം നമുക്ക് 9 ചെയിൻ ഇട്ട് കൊടുക്കാം. 9 ചെയിൻ ഇട്ടതിന് ശേഷം ഹുക്കിൽ നിന്ന് സെക്കൻഡ് ചെയിനിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സെക്കൻഡ് ചെയിനിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 4th സ്റ്റിച്ചിലേക്ക് 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 5th 6th 7th 3 ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. 5th ചെയ്തു, 6th ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 7th ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി 8th സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ദെൻ 9th സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 9th സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ സെയിം സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിലേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 ലീഫ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ബാക്ക് ജാമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെയിൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 60 ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. 60 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കീ ചെയിൻ പോലെ യൂസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, അതിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ യാൺ കട്ട് ചെയ്യാം. അതെല്ലാം ബാക്ക് ജാം ആയിട്ടാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ ഇടാം. അപ്പോൾ നമുക്ക് ഒരു 60 ചെയിനാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെയിന് ഇട്ടതിന് ശേഷം നമുക്ക് സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യാണ് കട്ട് ചെയ്യാം. അപ്പോൾ യാണ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടെയിലെൻഡ് ലീവ് ചെയ്തിട്ട് വേണം നമുക്ക് ലാസ്റ്റ് തുന്നി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെയിലെൻഡ് ലീവ് ചെയ്തിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തതിന് ശേഷം ഹൂക്കുള്ള ലൂപ്പിലൂടെ നമുക്ക് യാണിനെ വലിച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ഒരു നോട്ട് ഫോം ചെയ്യും. അപ്പോൾ ഇതിനെ അഴിഞ്ഞു വരില്ല. ഇനി നമുക്ക് ഒരു ടാപ്പസ്ട്രി നീഡിൽ യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവറും ലീഫും കൂടി ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് തുന്നിയെടുക്കാം. അതിനുശേഷം എക്സസൈറ്റ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് കാണാതിരിക്കാൻ അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോയിക്കോളും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കീ ചെയിനായിട്ടോ അല്ലെങ്കിൽ ഈ ഫ്ലവർ ഹെയർ ആക്സസറീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ബാഗ് ജാമായിട്ട് ബാഗിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു പ്രൊജക്റ്റായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.